മക്കളൊക്കെ നല്ല ഇംഗ്ലീഷ് പറയും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന ഫുള്ള് സായിപ്പന്മാരുടെ ഇംഗ്ലീഷല്ലേ. വാപ്പമാരൊരു പക്ഷേ ABCD അറിയാത്തവരായിരിക്കാം. അവർക്ക് അങ്ങനെയൊന്നും അല്ലാണ്ട് പഠിക്കാൻ പറ്റിയില്ലായിരിക്കാം. സിബ്ലിങ്സ് സംസാരിക്കുമ്പോഴേ അവർ പല ജോക്കും പല തമാശയും പറയും. പക്ഷെ അതൊന്നും ഒരുപക്ഷെ ക്യാച്ച് ചെയ്യാൻ മാതാപിതാക്കൾക്ക് അത്ര അറിവുണ്ടാവില്ല. അപ്പൊ സ്വന്തം വാപ്പയെ കാണുമ്പോഴേ വാപ്പയല്ല എന്ന് പറയേണ്ടി വരും. ഉമ്മക്ക് ഒരു തരി ഇംഗ്ലീഷ് അറിയില്ല. അപ്പൊ മക്കളെന്നെ പറയും, ഉമ്മ പാരന്റ്സ് ഈവനിങ്ങിന്റെ റിപ്പോർട്ട് കാർഡ് തരുന്ന ദിവസമാണ്, പക്ഷെ നിങ്ങൾ വരണ്ട കേട്ടോ, ഞാൻ എത്താതെ കൂട്ടി പോയിക്കോളാം. എന്തിനാ? താത്തക്ക് ഇംഗ്ലീഷ് അറിയുമല്ലോ, ഉമ്മക്കത് അറിയില്ലല്ലോ, അപ്പൊ ടീച്ചർ മുമ്പിൽ കുറവായി പോണ്ടാന്ന് എന്ന് മക്കൾ പറയുന്ന ഒരു കാലമാണിത്. അങ്ങനെയാണെങ്കിലും സത്യസന്ധമായി ടീച്ചർ പറയുന്നത് ഉമ്മക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ടീച്ചർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെങ്കിൽ അത് തർജ്ജമ ചെയ്ത് കൊടുക്കണം മക്കൾ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും. ആ ഉമ്മക്കും ഉപ്പക്കും ഒരു നിമിഷം പോലും തോന്നിപ്പോകരുത് എൻ്റെ മക്കൾക്ക് ഞാനൊരു പോരാത്തവനായി മാറിയല്ലോ എന്ന് തോന്നാൻ ഇടവരുത്തരുത്. ഇത് പഠിപ്പിക്കുകയാണ്. ഇതൊന്നും സ്കൂളിൽ പോയാൽ കിട്ടൂല. ഈ പഠനം നിങ്ങൾക്ക് കോളേജിൽ കിട്ടൂല. ഞാനീ പറയുന്ന ആശയം ഒരു സിലബസിലും നമുക്ക് പഠിക്കാൻ കഴിയില്ല, ഇസ്ലാമിക സിലബസിലൊഴികെ, മതങ്ങളുടെ സിലബസിലൊഴികെ. ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണിത്. നിങ്ങളുടെ കരുണയുടെയും നിസ്സാരതയുടെയും ചിറകുകൾ നിങ്ങൾ താഴ്ത്തിവെക്കേണ്ടത് ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിലാണ്. ഇത്ര മനോഹരമാണ് ആ പ്രയോഗം. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇഷ്ടമായില്ല എന്ന ഒരു, ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ പറയുന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു ശബ്ദം, അതാണ് അറബിയിൽ ഉഫ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ ഉഫ് എന്നും പറയാറില്ല. നമ്മൾ എന്താ ഇത് ഛേ എന്ന വാക്ക് പോലും അങ്ങനെ മദ്രസയിൽ പഠിപ്പിക്കുക അല്ലേ, ഛേ എന്ന് അങ്ങനെ പറയാറുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഒരു വെറുപ്പ് അറിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്വരം, അത്രേ അതിനർത്ഥമുള്ളൂ. അതുപോലും നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞു പോകല്ലേ. വലാ തൻഹറുഹുമാ, നിന്റെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടരുതേ. ഒരാഗ്രഹം പറഞ്ഞു വരുമ്പോ അത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുമായിരിക്കെ ചെയ്യാതിരിക്കരുതേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, സോഫ്റ്റായ മൃദുലമായ കരുണയുടെ വാക്കുകളാണ് നിന്റെ മാതാപിതാക്കളോട് പറയേണ്ടത്.